വെൽക്കം ബാക്ക് ടു പാർവതി സന്തോഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള സിൽവർ ജ്വല്ലറിയുടെ, അതായത് ഇയറിംഗ് ആണ് എൻ്റെ കയ്യിലുള്ളത്, അതിൻ്റെ കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഹെവി ആയിട്ടത് ഉള്ളതുകൊണ്ട്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് കൊണ്ട്, അതുപോലെ ജുമുക്കാസും ഒക്കെ ഉണ്ട്. അപ്പം അതിന് നമുക്ക് കളക്ഷൻസ് ഒന്നൊന്നായിട്ട് കാണാം. പിന്നെ ഞാൻ ഈ ജുംക്കാസും ഈ ഇയറിംഗ്സും ഒന്നും ഒറ്റയടിക്ക് മേടിച്ചതല്ല, എൻ്റെ ഇരുന്നത് കൊണ്ട്, പിന്നെ എന്താ പറയുക, ഇപ്പൊ വാങ്ങിയതും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ബ്ലാക്ക് മെറ്റലിന്റെ ജ്വല്ലറി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം എന്താ പറയാ, ബ്ലാക്ക് മെറ്റലിന്റെ എപ്പോഴും ട്രെൻഡിങ് ആണ്. ഏതൊരു ഡ്രസ്സിന്റെയും കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ബ്ലാക്ക് മെറ്റലിന്റെ ജുംക്കാസ് ആണെങ്കിലും ആക്സസറീസ് ആണെങ്കിലും. സോ നമുക്ക് ഒന്നൊന്നായിട്ട് കാണാം. അപ്പൊ ഫസ്റ്റ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കയ്യിലുള്ളത് നല്ലൊരു ഹെവി ബ്ലാക്ക് മെറ്റലിന്റെ ജുംക്കയാണ്. ഇതാണ് ഹെവി ബ്ലാക്ക് മെറ്റലിന്റെ അടിപൊളി ജുംക്കയാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ആക്ച്വലി ഇത് കാണാൻ കുറച്ച് ഹെവി ആയിട്ട് വെയിറ്റ് ആയിട്ട്, പക്ഷെ ഇത് വെയിറ്റ് ഇല്ല, ലൈറ്റ് വെയിറ്റ് ആണ്. ഇടാൻ ഭയങ്കര സുഖമാണ്. അപ്പം നമ്മളിപ്പം മാല ഇടാത്ത ആളുകളാണെങ്കിൽ എന്നെ പോലെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റൈൽ ചെയ്ത് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടേ, നമുക്കൊരു സാരി, ഒരു ബ്ലാക്ക് സാരി അല്ലെന്നുണ്ടെങ്കിൽ ഒരു നമ്മളെ ഈ ഡിസൈൻ, ത്രെഡ് ഡിസൈൻസ് ഒക്കെ വരുന്ന സാരികളില്ലേ, ആ സാരി വെയർ ചെയ്തിട്ട് ഈ ഒരു ഇയർ പീസ്, കാരണം അത് എല്ലാ കളേഴ്സും വരുന്നുണ്ട്, ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഡ്രസ്സിനെയും കൂടെ പോകും. അത് പെയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. മുടി ഒന്ന് ഓപ്പൺ ചെയ്തിട്ടിട്ട് ഒരു കുഞ്ഞു പൊട്ടൊക്കെ വെച്ചാൽ ഒരു സ്റ്റൈലിഷ് ആയിരിക്കും. അപ്പം ഇത് ഞാനിത് 2 വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ പിക്ചർ ഒന്നും കാണിക്കാനില്ല. ഞാനിത് 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, നല്ലതായിരുന്നു. ഇതാണ് ആദ്യത്തെ ഒരു ജുംക്ക എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ജുംക്ക എന്ന് പറഞ്ഞാൽ, അത് ജുംക്ക അല്ല, ഒരു ജുംക്ക പോലെ വരുന്ന ജുംക്ക എന്ന് പറയാൻ പറ്റും. അത് ജുംക്ക അല്ല, ആക്ച്വലി ഇങ്ങോട്ടേക്ക് ഒരു സർക്കിൾ വന്നിട്ട് മുകളില് ജുംക്കയുടെ കവറിങ് അല്ലാതെ. ഇത് ജുംക്ക അല്ല, സാധാ ഒരു ബ്ലാക്ക് മെറ്റലിൽ തന്നെ റെഡ് വരുന്നതാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. നല്ല ഡ്രസ്, നമുക്ക് റെഡ് ഡ്രസ്സിന്റെ കൂടെ നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇപ്പോഴും ഇതുപോലത്തെ ബ്ലാക്ക് മെറ്റൽസിന്റെ കളർ വരുന്നതും, ബ്ലാക്ക് മെറ്റൽ ഇപ്പോഴും ട്രെൻഡിങ് ആണ്. പിന്നെ ഒരു എണ്ണം വരുന്നത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചതാണ്. ഒരു 2-3 മാസമേ ആയി കാണുള്ളൂ ഞാൻ വാങ്ങിയിട്ട്. നല്ല ഭംഗിയാണ് ജുംക്ക കാണാൻ. ജുംക്ക എന്ന് പറയുന്നത് ജുംക്കയും അല്ല, പക്ഷെ എന്നാല് അതെ, ഇതാണ് സാധനം. നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ. ജുംക്ക ആണത് ജുംക്ക അല്ല, പക്ഷെ നോക്കിക്കേ, ജുംക്ക പോലെ തന്നെ ഇവിടെ ബ്ലൂ കളർ ഡ്രസ്, നമുക്ക് ഡാർക്ക് ബ്ലൂ ചുരിദാറൊക്കെ ഇടുമ്പോൾ ഇടാൻ പറ്റും. അടിപൊളി ലുക്കല്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഞാൻ കൊല്ലത്ത് നമ്മുടെ മൗണ്ട് കാർമൽ സ്കൂൾ, കൊല്ലത്തുള്ളവർക്ക് അറിയായിരിക്കും, മൗണ്ട് കാർമൽ സ്കൂൾ ഒരു ഗുജറാത്തി ഷോപ്പുണ്ട്. അവിടെ പോയപ്പോ അവിടുത്തെ എടുത്തു തരുന്ന അവിടുത്തെ ആ ചേച്ചി എനിക്കിത് കാണിച്ചു തന്നതാ. നല്ല ഭംഗിയുണ്ട്. പക്ഷെ എനിക്ക് ആക്ച്വലി ഞാൻ അങ്ങനെ പണ്ട് ഞാൻ ഭയങ്കര ഹാങ്ങിങ്സിന്റെ ഫാനായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കിങ്ങനെ സ്റ്റഡ്സ് ആയി ഇഷ്ടം. അപ്പൊ എവിടെങ്കിലും എനിക്ക് അടുത്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ ഒരു ഇട്ടിട്ട് റെഡിയായി പോകുന്നത്. പക്ഷെ എനിക്ക് ഇതുവരെ ഇത് ജുംക്ക ഇടേണ്ട ഒരു ഇത് വന്നില്ല, അപ്പൊ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അടിപൊളി ജുംക്ക എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്, പക്ഷെ എനിക്ക് ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല. ഇതിന്റെ ഒരു പിങ്ക് കളറും കൂടിയാണ് എന്റെ കയ്യില്. ബ്ലൂ നമുക്ക് റയർ കളറല്ല, എപ്പോഴും കിട്ടും. പക്ഷെ ഇത് നല്ലൊരു റയർ ഒരു പീച്ച് ഓറഞ്ച് ഷെയ്ഡാണ്. ഇതും അടിപൊളിയാണ്. ഇതും എനിക്ക് ഇടാനായിട്ട് ആക്ച്വലി കളർ ഡ്രസ് എന്റെ കയ്യിലില്ല, അപ്പൊ ഇതൊരു അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് അടിപൊളി ഒരു ജുംക്കയാണ്. ഇത് ഇപ്പൊ കാണിച്ച 3ഉം എന്റെ ഫേവറേറ്റ് ആണ്. കാരണം നമുക്ക് സ്റ്റൈൽ ചെയ്തിട്ടപ്പോ ഒരു മേക്കപ്പും ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഇയറിംഗ് ഇട്ട് എല്ലാവർക്കും നമ്മൾ നല്ലൊരു ഗുഡ് ലുക്കിംഗ് ആയിട്ട് തോന്നും. ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ കിട്ടും. ആ ഒരു സംഭവം ഒരു ഇതാണിത്. പിന്നെ വരുന്നതെന്ന് വെച്ചാല് നമ്മുടെ ബ്ലാക്ക് മെറ്റലിൽ തന്നെ എന്താ പറയാ, ഈ റിങ്സ് വരുന്ന ടൈപ്പ്, താഴെ ഈ ജുംക്ക മോഡല്. ഇതും നല്ലതാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല്
എല്ലാവർക്കും മാച്ച് ആവില്ല ഇത്. അതായത് നമ്മുടെ ഫേസിനനുസരിച്ചിട്ടിരിക്കും. ഇപ്പം എന്റെ ഫേസിലാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാച്ച് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വരെ ഉള്ളത് എനിക്ക് മാച്ച് ആവും. ഈ ഒരു സൈസ് വരെയുള്ള ഈ ഒരു ഇത് മാച്ച് ആവും. പക്ഷെ ഇതിനേക്കാളും വലുത് മാച്ച് ആവില്ല. കാര്യം എന്റെ ഫേസ് നല്ല വലുതായതുകൊണ്ട് എന്താ പറയാ, ഇതിനേക്കാളും വലുതിടുന്ന സമയത്ത് ഈ ഒരു സർക്കുലർ പാർട്ട് ഉണ്ടല്ലോ അത് വലുതാവുമ്പോൾ നമ്മുടെ ഫേസ് ഒന്നും കൂടി ഇത് തോന്നിക്കും. ഇയറിംഗ് അടുത്ത് നിൽക്കും, പക്ഷെ ഫേസ് ഒന്നും കൂടി ഇത് തോന്നിക്കും. അപ്പോ ഇതാണ് അടുത്തൊരെണ്ണം. ഇതും സൂപ്പർ ജുംക്കയാണ്. പിന്നെയുള്ളത് അടുത്തത് ഒരു ഹാങ്സ് പോലെ വരുന്ന നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈ ഒക്കെ വരുന്ന ഇതാണ്. അടിപൊളിയാണിത്. ഇതും നല്ലതാണ്. ഇത് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഞാൻ കുറച്ച് മുമ്പ് മേടിച്ചതായതുകൊണ്ട് ഫോട്ടോസ് ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ വെച്ച് കളക്ഷൻസ് കാണിച്ചു തരാണ്. പിന്നെ ഇത് മിക്കവർക്കും അറിയാവുന്ന ഒരു കളക്ഷൻ ആയിരിക്കും. ഇത് ഈ ഒരു കമ്മലെന്ന് പറഞ്ഞാല് നല്ല അടിപൊളി കമ്മലാണ്. ഇത് ആക്ച്വലി മീനു ലക്ഷ്മി ഇല്ലേ, ഇൻഫ്ലുവൻസറും യൂട്യൂബറും ആണ്. മീനു ലക്ഷ്മിയുടെ കോവിഡ് ടൈമില് ഒരു ബ്ലാക്ക് സാരി ഉണ്ട്, ട്രെൻഡിങ് സാരി ആയിരുന്നു. ആ മിക്കൊരു മീനു ലക്ഷ്മിയുടെ അക്കൗണ്ടിൽ ഉണ്ടാവുമായിരിക്കാം. അവിടെ അത് മീനു ലക്ഷ്മി വേറെ ഇരുന്ന കമ്മലാണ്. ഇതിപ്പോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് വാങ്ങിയതാണ്. എനിക്ക് സെയിം സാരിയാണ്, അതിന്റെ കൂടെ പേരെയാണ് ഞാനിത് വാങ്ങിയത്. പക്ഷെ ഞാൻ മാലയിടാത്തത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്താ പറയാ അതിന്റെ കൂടെ പെയർ ചെയ്യാൻ. പക്ഷെ ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പം രസമാണ് ഇടാനായിട്ട്, നല്ല ഭംഗിയാണ്. നോക്കിക്കേ, ഭംഗിയാണ്. പക്ഷെ ഞാൻ അത് അന്ന് അതിന്റെ കൂടെ ഇട്ടില്ല, വേറെ ഇതിന് പോയപ്പോ ഞാൻ ഇട്ടു. ഭംഗിയാണ്, നല്ല ഭംഗിയാണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലിങ്ക് മീനു ലക്ഷ്മി ഇൻസ്റ്റാഗ്രാം പേജിലെ ഫോട്ടോയുടെ താഴെ ഉണ്ടാവും. ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് സാരി ഒരു ടൈം ഭയങ്കര കോമൺ ആയിരുന്നു. ഇപ്പോഴും അത് കോമൺ ആണ്. പൂർണ്ണമ ഇന്ദ്രജിത്താണ് ഫസ്റ്റ് ടൈമില് ഈ ഒരു സാരി കൊണ്ട് ഇട്ട് ട്രെൻഡിങ് ആയത്. അപ്പൊ അതാണ് ഒരെണ്ണം. പിന്നെയുള്ളത് ഈ ഒരു ജുംക്കയാണ്. ആക്ച്വലി ഇതൊരു ജുംക്കയാണ്, നല്ല ജുംക്കയാണ്. ക്യൂട്ടായിട്ടുള്ള, ഇത്തിരി പൊട്ടിപ്പോയിട്ടുണ്ട്, തറ വീണത് എൻ്റെ കയ്യിൽ നിന്ന്. ഇത് നല്ലൊരു ക്യൂട്ട് ജുംക്കയാണ്. പിന്നെയുള്ളത് ഇത് കണ്ടോ, ഇതും അടിപൊളി ഒരു ജുംക്ക മോഡൽ ആണ്. നല്ല ഭംഗിയുള്ള ഒരെണ്ണമാണ്. ഇവിടെ ഒരു മിറർ വർക്ക് ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കും. ഇത് നല്ലൊരു ജുംക്കയാണ്. പിന്നുള്ളതും എൻ്റെ ഇതേപോലത്തെ തന്നെ സെയിം ഒരു മിറർ വർക്ക് വരുന്ന ഇങ്ങനത്തെ ഒരു ഇതും കൂടെ ഉണ്ട്. ഇതും അടിപൊളിയാണ്. ഇതൊക്കെ ഞാൻ വാങ്ങിയിരിക്കുന്നത് മറ്റേ ആ ഒരു ഞാൻ കാണിച്ച ഹാങ്ങിങ് ഒഴിച്ചിട്ട് മീനു ലക്ഷ്മിയുടെ ബാക്കിയൊക്കെ ഞാൻ വാങ്ങിയിരിക്കുന്ന ഒരു കടയിൽ നിന്നാണ്. ഇത് ഗുജറാത്ത് ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിയിരിക്കുന്നത് ഗുജറാത്ത് ഷോപ്പിൽ നിന്നാണ്. പിന്നെ ഞാൻ ഇപ്പൊ കാണിക്കുന്ന ഈ ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് ജാജസിന്റെ നമ്മുടെ ബ്യൂട്ടി പാർലർ അല്ലേ, അവർക്ക് കൊല്ലത്തൊരു പണ്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതുണ്ടോന്ന് അറിയില്ല, RP മോളില്. അവിടെ നിന്ന് എടുത്തതാണിത്. ഇത് വലിയ റേറ്റ് ഇല്ല കേട്ടോ. ഇപ്പൊ ഞാൻ കാണിച്ചതൊക്കെ അഫോർഡബിൾ ആണ്, വലിയ റേറ്റ് ഉള്ള സാധനങ്ങളല്ല. അവിടെ നല്ല ലാഭമാണ് ഗുജറാത്തി ഷോപ്പില്. പിന്നെ അതെ ഈ ഒരു ജുംക്ക, ഈ ജുംക്കയും സൂപ്പർ ജുംക്കയാണ്. ഇത് ഇപ്പോഴും ഞാൻ കാഷ്വൽ ആയിട്ട് പോകുമ്പോൾ ഇടാറുണ്ട്. അതും നല്ല ജുംക്കയാണ്. ഇനി അടുത്തത് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ജുംക്കയാണ്. അതിന്റെ ഒരു ഹാർട്ട് ഷേപ്പില് വരുന്നതാണ്. നല്ല ഒരു ജുംക്ക മോഡലാണ്. നല്ല ഭംഗിയാണ്. ഇങ്ങനെ മിറർ വർക്ക് ഒക്കെ വന്നിട്ട് നല്ല രസമാണ്. കണ്ടോ, എന്തിന്റെയും കൂടി ഇട്ടാലും കൊള്ളാം. അങ്ങനത്തെ ഒരു ജുംക്കയാണിത്. പിന്നെ ഇത് നല്ല ക്യൂട്ടല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു കോയിൻ പോലെ വരുന്ന ചെറിയ നമ്മുടെ പണ്ടത്തെ 50 പൈസ ഇല്ല അതേപോലത്തെ ഒരു വരുന്ന, അതും നല്ലതാണ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ളത് ഇതാണ്. നമ്മുടെ നോർമൽ ബ്ലാക്ക് മെറ്റൽ സിൽവർ പോലെ ഇരിക്കുന്ന ജുംക്കയാണ്. പിന്നെ ഒന്നും കൂടിയുണ്ട്, ലാസ്റ്റ് അല്ല കേട്ടോ, ഇതും കൂടിയുണ്ട്. ഇത് സീക്വൻസ് വരുന്ന ഒരു ബ്ലാക്ക് മെറ്റൽ ടൈപ്പാണ് ഇത്. അപ്പോ ഇപ്പൊ ഞാൻ കാണിച്ചതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫേവറേറ്റ്സ് ആണ്. കാരണം നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് റെഡിയായി പോകാനായിട്ട്, സിംപിളി മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് റെഡിയായി പോകാൻ പറ്റുന്ന പോലത്തെ ഉള്ളൊരു ജുംക്കാസും നോർമൽ ഡ്രസ്സിന് ഇടാൻ പറ്റുന്ന ഇതാണ് ഞാനിപ്പോ കാണിച്ചത്.
അപ്പോ എന്താ പറയാ, ഇതിന്റെയൊക്കെ ലിങ്ക്സ് എന്ന് പറയുന്നത് ലിങ്ക് ഇല്ല, കാരണം ഞാൻ ഡയറക്റ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ എന്താ പറയാ ജ്വല്ലറീസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ മീഷോയിൽ കയറിയിട്ട് സിൽവർ ജ്വല്ലറി അടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ബ്ലാക്ക് മെറ്റൽ ജ്വല്ലറി അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് കിട്ടും. അതുപോലെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഉണ്ട്. കുറച്ചും കൂടി അഫോർഡബിൾ മീഷോയ്ക്കകത്താണ്. പക്ഷെ ഞാൻ മീഷോയിനെ വാങ്ങിയിട്ടില്ല. എന്റെ കസിൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ല ക്വാളിറ്റി സാധനങ്ങളാണെന്നാ പറഞ്ഞത് ജ്വല്ലറിക്കകത്ത് വരുമ്പോ. ഞാൻ ഡ്രസ്സസ് ഒക്കെ മേടിച്ചിട്ടുള്ളൂ. അപ്പോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എന്റെ ടീഷർട്ട് എങ്ങനെയുണ്ട്? പിങ്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഈ ഇങ്ങനത്തെ ഒരു കളർ ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തേക്കാന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടം. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ടാറ്റാ.